പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, കേട്ടറ്റിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വമായ സ്വാഗതം. ഐസക് എന്ന ചാനലിലൂടെ കേട്ടറ്റിൻ്റെ പരിശീലന ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. കൂടാതെ ഈ ചാനലുകളിൽ സെറ്റ് നെറ്റ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും HSST എക്കണോമിക്സിൻ്റെ പരീക്ഷ പ്രിപ്പയർ ചെയ്യുന്നവർക്കുമുള്ള ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. LSS USS പരീക്ഷകൾക്ക് പങ്കെടുക്കുന്നവർക്കായിട്ടുള്ള ജനറൽ നോളജ് ക്ലാസ്സുകളും ഈ ചാനലിലൂടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഐസക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മുതൽ നമ്മൾ കേട്ടറ്റ് പരിശീലനം ആരംഭിക്കുകയാണ്. ഞാൻ എടുക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് സൈക്കോളജിയും സോഷ്യൽ സയൻസുമാണ്. സിലബസ് ഓറിയൻറ്റഡായ ക്ലാസ്സുകളും നമ്മൾ കുറച്ച് പ്രാക്ടീസ് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. സർവീസിലിരിക്കുന്ന അധ്യാപകർക്കും ഇനി സർവീസിൽ കയറാൻ പോകുന്ന അധ്യാപകർക്കും വളരെ പ്രയോജനപ്രദമായ ക്ലാസ്സുകളാണ് നൽകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഐസക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ തരുന്ന നോട്ടുകൾ വായിച്ച് കുറിച്ചെടുക്കേണ്ടതാകുന്നു. അപ്പോൾ നമുക്ക് സിലബസിലെ തിയറീസ് ഓഫ് ലേണിംഗ് എന്ന ടോപ്പിക്ക് നമുക്ക് ആദ്യം നോക്കാം. കേട്ടറ്റ് 3 കാറ്റഗറിയിലെ സൈക്കോളജിയാണ് ഞാൻ എടുക്കുന്നത്. തിയറീസ് ഓഫ് ലേണിംഗ്, അതിൽ നമുക്ക് ഡൊമൈൻസ് ഓഫ് ലേണിംഗ് എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്താണ് ഡൊമൈൻസ് ഓഫ് ലേണിംഗ്? ലേണിംഗ് ലീഡ്സ് അതിനു മുൻപ് ഡൊമൈൻസ് ഓഫ് ലേണിംഗ് അറിയുന്നതിന് മുൻപ് എന്താണ് ലേണിംഗ് ലീഡ്സ് ടു ചേഞ്ചസ് ഇൻ ദ ബിഹേവിയർ ഓഫ് ലേണർ. എപ്പോഴും നമുക്ക് ഓപ്ഷനിൽ കാണുന്ന ഒരു ചോദ്യമാണത്. ലേണിംഗ് ലീഡ്സ് ടു ചേഞ്ചസ് ഇൻ ദ ബിഹേവിയർ ഓഫ് ലേണർ. എന്താണ് ചേഞ്ചസ് ഇൻ ദ ബിഹേവിയർ ഓഫ് ലേണർ? ഡൊമൈൻസ് ഓഫ് ലേണിംഗ് എന്താണ്? ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ബിഹേവിയറൽ ചേഞ്ചസ്. ലേണിംഗ് ഏതെല്ലാം തരത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ, നമ്മുടെ ബിഹേവിയറിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ, അതിനെല്ലാം നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് ഡൊമൈൻസ് ഓഫ് ലേണിംഗ്. 3 ഡൊമൈൻസ് ഓഫ് ലേണിങ്ങിൽ ക്ലാസിക്കൽ അനാലിസിസ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബെഞ്ചമിൻ ബ്ലൂം 1956. അപ്പോൾ ഡൊമൈൻസ് ഓഫ് ലേണിങ്ങിൻ്റെ ക്ലാസിക്കൽ അനാലിസിസ് നടത്തിയ വ്യക്തിയുടെ പേരാണ് ബെഞ്ചമിൻ ബ്ലൂം. ഏത് വർഷമാണ്? 1956. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം 3 ഡൊമൈൻസാണ് ഉള്ളത്. 3 ബിഹേവിയറൽ ചേഞ്ചസ് ആണുള്ളത്, 3 തരത്തിൽ. ഒന്നാമത്തതാണ് അതിൽ കൊഗ്നിറ്റീവ് ഡൊമൈൻ, രണ്ടാമത്തത് അഫക്റ്റീവ് ഡൊമൈൻ, മൂന്നാമത്തത് സൈക്കോമോട്ടർ ഡൊമൈൻ. അപ്പോൾ ഒന്നാമത്തത് ഒപ്പം തന്നെ പറഞ്ഞു പോയാൽ നിങ്ങളുടെ മനസ്സിൽ അതിരിക്കും. കൊഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടർ ഡൊമൈൻ. എന്താണ് കൊഗ്നിറ്റീവ് ഡൊമൈൻ? കൊഗ്നിറ്റീവ് ഡൊമൈൻ ഫോക്കസ് ഓൺ ഇൻ്റലക്ച്വൽ സ്കിൽസ്. ഇതെല്ലാം വൺ വേർഡിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൊഗ്നിറ്റീവ് ഡൊമൈൻ ഫോക്കസ് ഓൺ വാട്ട്? ഇൻ്റലക്ച്വൽ സ്കിൽസ് ഓർ ഇൻ്റലക്ച്വൽ എബിലിറ്റീസ്. അതിന് ഇൻ്റലക്ച്വൽ സ്കിൽസ് എബിലിറ്റീസിനെ പ്രധാനമായിട്ട് ഉൾക്കൊള്ളുന്നതാണ് പ്രോബ്ലം സോൾവിങ്, മെമ്മറി, റീസണിങ്, കോംപ്രിഹെൻഷൻ, റീകോൾ ആൻഡ് ജഡ്ജ്മെൻറ്റ്. ഏതൊക്കെയാണ് ഇൻ്റലക്ച്വൽ എബിലിറ്റീസിൽ നമുക്ക് നേടാൻ പറ്റുന്നത്? നമ്മുടെ പ്രോബ്ലം സോൾവിങ്, മെമ്മറി, ലോജിക്കൽ റീസണിങ്, കോംപ്രിഹെൻഷൻ, റീകോൾ ആൻഡ് ജഡ്ജ്മെൻറ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാറ്റഗറീസ് നോക്കാം. നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. ഇതിൻ്റെ ഓർഡർ ചോദിക്കും, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. നെക്സ്റ്റ് വൺ ആണ് അഫക്റ്റീവ് ഡൊമൈൻ. അഫക്റ്റീവ് ഡൊമൈൻ ഫോക്കസ് ഓൺ ഇമോഷണൽ തിങ്സ്. അഫക്റ്റീവ് ഡൊമൈൻ എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? കൊഗ്നിറ്റീവ് ഇൻ്റലക്ച്വലിനെ ആണെങ്കിൽ അഫക്റ്റീവ് ഡൊമൈൻ എന്തിനെ ഫോക്കസ് ചെയ്യുന്നു? ഇമോഷണൽ സെറ്റിങ്സിനെ ഫോക്കസ് ചെയ്യുന്ന ഡൊമൈൻ ഏതാണ്? അല്ലെങ്കിൽ ഇമോഷണലി നമുക്ക് ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നത് അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയും. ഏതൊക്കെ ഉൾപ്പെടും? ഫീലിങ്സ്, അപ്രീസിയേഷൻ, വാല്യൂസ്, എന്തൂസിയാസം, മോട്ടിവേഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. അഫക്റ്റീവ് ഡൊമൈൻ ഉൾപ്പെടുന്നതാണ് ഫീലിങ്സ്, അപ്രീസിയേഷൻ, വാല്യൂസ്, എന്തൂസിയാസം, മോട്ടിവേഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് റിസീവിങ് phenomena, responding phenomena, organization and internalizing values. Receiving phenomena, responding phenomena, organization and internalizing values. അടുത്തതാണ് ലാസ്റ്റ് വൺ ഡൊമൈനിലാണ് സൈക്കോമോട്ടോർ ഡൊമൈൻ. ഈ സൈക്കോമോട്ടോർ ഡൊമൈൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോട്ടോർ സ്കിൽ ബേസ്ഡ്. അതെന്താണ്? ഫിസിക്കൽ മൂവ്മെൻറ്റ്സ്,
കോർഡിനേഷൻ ആൻഡ് യൂസ് ഓഫ് മോട്ടോർ സ്കിൽ ഏരിയാസ്. ഇതാണ് സൈക്കോ മോട്ടോർ ഡൊമൈൻ. സ്കിൽ ബേസ്ഡ് ലേണിംഗ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇമിറ്റേഷൻ, പ്രാക്ടീസ് ആൻഡ് ഹാബിറ്റ്. ഇതെല്ലാം നോട്ട് ചെയ്താണോ? ഇറ്റ് ഇൻക്ലൂഡ്സ് ഇമിറ്റേഷൻ, പ്രാക്ടീസ് ആൻഡ് ഹാബിറ്റ്. അടുത്തത് കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എബിലിറ്റി ടു യൂസ് സെൻസറി ക്യൂസ്. പെർസെപ്ഷൻ എന്താണ്? എബിലിറ്റി ടു യൂസ് സെൻസറി ക്യൂസ്. ഓക്കെ. അടുത്തത് സെറ്റ്. ലേണേഴ്സ് റെഡിനെസ് ടു ആക്ട്, ഗൈഡഡ് റെസ്പോൺസ് മെക്കാനിസം, കോംപ്ലക്സ് ഓവർ റെസ്പോൺസ്, അഡാപ്റ്റേഷൻ ആൻഡ് ഓർഗനൈസേഷൻ. ഇതെല്ലാമാണ് സൈക്കോമോട്ടറിൻ്റെ കാറ്റഗറീസ്. പെർസെപ്ഷൻ, സെറ്റ്, ഗൈഡഡ് റെസ്പോൺസ്, മെക്കാനിസം, കോംപ്ലക്സ് ഓവർ റെസ്പോൺസ്, അഡാപ്റ്റേഷൻ, ഓർഗനൈസേഷൻ. അടുത്തത് അപ്പോൾ ഡൊമൈൻസ് ഓഫ് ലേണിംഗ് 3 എണ്ണമുണ്ട്. കൊഗ്നിറ്റീവ് ഇൻ്റലക്ച്വൽ എബിലിറ്റീസ്, അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്, അഫക്റ്റീവ് ഡൊമൈൻ, ഇമോഷണൽ സെറ്റിങ്സ് ആൻഡ് സൈക്കോമോട്ടർ സ്കിൽ ബേസ്ഡ് ട്രെയിനിങ്. ഓക്കെ. അടുത്തതാണ് അപ്രോച്ചസ് ടു ലേണിംഗ്. അപ്രോച്ചസ് ടു ലേണിംഗ് ബിഹേവിയറലിസ്റ്റ് അപ്രോച്ചുമുണ്ട്, കൊഗ്നിറ്റീവ് അപ്രോച്ചുണ്ട്. 2 തരത്തിലുള്ള ലേണിംഗ് അപ്രോച്ചുകളാണുള്ളത്. ബിഹേവിയറലിസ്റ്റ് അപ്രോച്ചും കൊഗ്നിറ്റീവ് അപ്രോച്ചും. അതിൽ ബിഹേവിയർ അപ്രോച്ച് എന്താണ് നമുക്ക് നോക്കാം. ഇറ്റ് റിലേറ്റ്സ് ടു അസോസിയേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. ഇറ്റ് എക്സ്പ്ലെയിൻസ് എന്താണ് അസോസിയേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. ആൻഡ് ലേണിംഗ് ഈസ് മെക്കാനിക്കൽ. ലേണിംഗ് ഒരു മെക്കാനിക്കൽ പ്രോസസ്സാണെന്ന് ബിഹേവിയറൽ തിയറി പറയുന്നു. ലേണിംഗ് എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ പ്രോസസ്സാണ്. ഇറ്റ് ഈസ് ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ. ഇറ്റ് ഈസ് ഒബ്സർവബിൾ ആണ്, മെഷറബിൾ ആണ്. ഇതൊന്ന് പഠിച്ചിരിക്കണം. ലേണിംഗ് മെക്കാനിക്കലാണ്, ഒബ്സർവബിൾ ആണ്, പിന്നെ മെഷറബിൾ ആണ്. ഏത് ബിഹേവിയറലിസ്റ്റ് അപ്രോച്ചുകാർ പറയുന്നതാണ്. ലേണിംഗ് മെക്കാനിക്കലാണ്, ഒബ്സർവബിൾ ആണ്, മെഷറബിൾ ആണ്. ഇവാലുവേറ്റഡ് ത്രൂ അച്ചീവ്മെൻറ്റ്സ്. ഇതിൻ്റെ അച്ചീവ്മെൻറ്റ്സ്, ഇതിൽ നിന്ന് കിട്ടുന്ന നേട്ടം, അച്ചീവ്മെൻറ്റ്സ് ആണ് ഇതിൻ്റെ ലേണിംഗ് ബിഹേവിയറൽ ചേഞ്ചസ് അളക്കുന്നത്. ബേസ്ഡ് ഓൺ ഇൻഡക്റ്റീവ് മെത്തേഡ്. ബിഹേവിയറലിസ്റ്റ് അപ്രോച്ച് ഇൻഡക്റ്റീവ് മെത്തേഡാണ്. എന്താണ് ഇൻഡക്റ്റീവ് മെത്തേഡ്? ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ. എക്സാമ്പിൾ പറഞ്ഞ് നമ്മൾ പൊതുവായ ഒരു തത്വത്തിലേക്ക് എത്തുന്നതാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബിഹേവിയറൽ തിയറിക്ക് ഉദാഹരണങ്ങളാണ് തൊണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ബിഹേവിയറൽ തിയറിക്ക് ഉദാഹരണങ്ങൾ ഏതാണ്? തൊണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, സ്കിന്നറിൻ്റെ ഓപ്പറൻ്റ് കണ്ടീഷനിങ്, പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്. ബിഹേവിയറലിസ്റ്റ് അപ്രോച്ച് ഇത് നമുക്ക് ഓഡ് വണ്ണായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിക്കാം, മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം. തൊണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ ലേണിംഗ്, സ്കിന്നറിൻ്റെ ഓപ്പറൻ്റ് കണ്ടീഷനിങ്, പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഇതെല്ലാം ഏതിൽ പെടുന്നു? ബിഹേവിയറൽ അപ്രോച്ചസ് ഓഫ് ലേണിംഗിൽ പെടുന്നു. അടുത്തതാണ് കൊഗ്നിറ്റീവ് അപ്രോച്ച്. കൊഗ്നിറ്റീവ് അപ്രോച്ച് നമ്മൾ പറഞ്ഞു ഇൻ്റലക്ച്വൽ എബിലിറ്റീസിൽ വരുന്ന മാറ്റമാണ് എന്ന്. അപ്പോൾ കൊഗ്നിറ്റീവ് അപ്രോച്ച് ഗ്രോത്ത് ഇൻ ഇൻറ്റേർണൽ കോമ്പിറ്റൻസ്, ചേഞ്ചസ് ഇൻ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ, ക്രിയേറ്റീവ് പ്രൊഡക്ടിവിറ്റി. ഒരു ക്രിയേറ്റിവിറ്റി നമ്മളിൽ കൂടുതൽ ലോജിക്കലായിട്ട് റീസണിങ് ആയിട്ട് തിങ്കിങ് പവറൊക്കെ വരുന്നതെല്ലാം കോഗ്നിറ്റീവ് ലേണിംഗ് തിയറിയാണ്. കോഗ്നിറ്റീവ് ലേണിംഗ് തിയറിയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? ഗസ്റ്റാൾട്ട് തിയറി ഓഫ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്, ലെവിൻസ് ഫീൽഡ് തിയറി, ടോൾമാൻസ് സൈൻ ലേണിംഗ്. ഗസ്റ്റാൾട്ട് തിയറി ഓഫ് ഇൻസൈറ്റ് ലേണിംഗ്, ലെവിൻസ് ഫീൽഡ് തിയറി, ടോൾമാൻസ് സൈൻ ഓഫ് ലേണിംഗ്. ഈ വ്യക്തികളുടെ പേരൊക്കെ പഠിച്ചിരിക്കണം. നമ്മൾ ഈ വ്യക്തികളുടെ തിയറികളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും അടുത്ത ക്ലാസ്സുകളിൽ. അടുത്തതാണ് വേരിയബിൾസ് ഇൻ ലേണിംഗ്. ലേണിംഗ് എന്തെല്ലാം ഘടകങ്ങളുണ്ട്, എന്തെല്ലാം ഘടകങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ലേണിംഗ്? 3 ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഘടകമാണ് ഇൻഡിവിജ്വൽ വേരിയബിൾസ്. ഇൻഡിവിജ്വൽ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലേണറിനെയാണ് ഇൻഡിവിജ്വൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. നേച്ചർ ഓഫ് ലേണർ. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നതാണ് മെച്ചുറേഷൻ. മെച്ചുറേഷൻ എന്ന് പറയുമ്പോൾ ബയോളജിക്കലി ഇൻഹെറിറ്റഡ് പൊട്ടൻഷ്യാലിറ്റീസ്, അതായത് നമുക്കൊരു കാര്യം സ്വാഭാവികമായിട്ടും പഠിക്കാനുള്ള നമ്മുടെ ഉള്ളിലുള്ള ഒരു ശേഷി. രണ്ടാമത്തെ റെഡിനെസ് ടു ലേൺ, നമ്മൾ തയ്യാറ് വേണം, റെഡിനെസ് ടു ലേൺ. ഇതെല്ലാം ഇൻഡിവിജ്വൽ വേരിയബിൾസ് ആണ്, അല്ലെങ്കിൽ നേച്ചർ ഓഫ് ലേണറാണ്. പിന്നെ ഏജ്, സെക്സ്, പ്രീവിയസ് എക്സ്പീരിയൻസ്, മെൻ്റൽ കപ്പാസിറ്റി, അതെല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. മെൻ്റൽ കപ്പാസിറ്റി ഏതൊക്കെയാണ്? മെച്ചുറേഷൻ, റെഡിനെസ് ടു ലേൺ, ഏജ്, സെക്സ്, പ്രീവിയസ് എക്സ്പീരിയൻസ്. അടുത്തതാണ് ടാസ്ക് വേരിയബിൾസ്. ടാസ്ക് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ നേച്ചർ ഓഫ് ലേണിംഗ് മെറ്റീരിയൽ. ടാസ്ക് വേരിയബിൾസ് രണ്ടാമത്തത് നേച്ചർ ഓഫ് ലേണിംഗ് മെറ്റീരിയൽ. നമ്മൾ എങ്ങനെ
തരത്തിലുള്ള ലേണിംഗ് മെറ്റീരിയലാണ് ലേണേഴ്സിന് കൊടുക്കുന്നത്. അതിൽ ഒത്തിരി ലെങ്ത് ആവാൻ പാടില്ല, അതിൻ്റെ ലെങ്ത് തീരുമാനിക്കാം. ഒത്തിരി ലെങ്ത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്കതിൻ്റെ പ്രശ്നം വരും. ലെങ്ത് മീനിങ് ഫുൾ ആയിരിക്കണം. ലേണിംഗ് കൂടുതൽ ഡിഫിക്കൽട്ട് ആവാൻ പാടില്ല. അപ്പോൾ ലേണിംഗ് മെറ്റീരിയൽ എങ്ങനെയായിരിക്കണം? നോട്ട് ഓവർ ലെങ്ത്, നോട്ട് ഓവർ ഡിഫിക്കൾട്ട് ആൻഡ് നോട്ട് മീനിങ്ഫുൾ ആയിരിക്കണം, മീനിങ്ലെസ് ആയിരിക്കരുത്. അടുത്തതാണ് മെത്തേഡ് ഓഫ് വേരിയബിൾസ്. മെത്തേഡ് ഓഫ് വേരിയബിൾസിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഏത് മെത്തേഡ്സിലാണ് നമ്മൾ ലേണിംഗ് സിറ്റുവേഷൻ കൊടുക്കുന്നത്. ലേണിംഗ് സിറ്റുവേഷൻസ് അത് മെത്തേഡ് ഓഫ് ടീച്ചിങ് നമ്മൾ പലതരത്തിലുള്ള പ്രസൻറ്റേഷനാകാം, വീഡിയോ റെഫറൻസിനാകാം, നേരിട്ട് ഒബ്സർവേഷനാകാം. അങ്ങനെയുള്ള മെത്തേഡ് ഓഫ് ടീച്ചിങ്. എമൗണ്ട് ഓഫ് പ്രാക്ടീസ് അത് എത്രമാത്രം പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രാക്ടീസ് അതിൻ്റെ റിപ്പീറ്റേഷൻസ്. അവൈലബിലിറ്റി ഓഫ് ഇൻസെൻറ്റീവ്സ് ഇതൊക്കെയാണ് മെത്തേഡ് വേരിയബിൾസിൽ വരുന്നത്. മെത്തേഡ്സ് ഓഫ് ലേണിംഗ്, എമൗണ്ട് ഓഫ് പ്രാക്ടീസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രാക്ടീസ്, അവൈലബിലിറ്റി ഓഫ് ഇൻസെൻറ്റീവ്സ്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ ലേണിംഗ് വേരിയബിൾസ് ഇൻഡിവിജ്വൽ വേരിയബിൾസ് ഉണ്ട്. അതായത് നേച്ചർ ഓഫ് ലേണർ, ടാസ്ക് വേരിയബിൾസ്, ഏത് ലേണിംഗ് മെറ്റീരിയലാണ് കൊടുക്കുന്നത്. മൂന്നാമത്തത് മെത്തേഡ് വേരിയബിൾസ്, ഏത് ലേണിംഗ് സിറ്റുവേഷൻ. ഇത് മൂന്നുമാണ് നമ്മുടെ ലേണിംഗ് വേരിയബിൾസിൽ ഉൾപ്പെടുന്നത്. അടുത്തതാണ് ലേണിംഗ് റെഡിനെസ്. എന്താണ് ലേണിംഗ് റെഡിനെസ്? ഇത് വൺ വേർഡിനെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ കപ്പാസിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു ലേൺ. ലേണിംഗ് റെഡിനെസ് ഇത് തന്നിട്ട് താഴെ ഇങ്ങനെ ഓപ്ഷൻ തരികയാണ്. അപ്പോൾ ലേണിംഗ് റെഡിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ആൻഡ് മെൻ്റൽ കപ്പാസിറ്റി ടു ലേൺ. നമ്മുടെ ഫിസിക്കലും നമ്മുടെ കപ്പാസിറ്റി ടു ലേൺ ആൻഡ് വില്ലിങ്നെസ് ടു ലേൺ. കപ്പാസിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു ലേൺ ഇനിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെഡിനെസ് ടു ലേൺ എന്ന് പറയുന്നത്. ഓക്കെ, 2 ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസസ് റെഡിനെസ്. 2 ഫാക്ടറുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒന്ന് അവർ നീഡ്സ് ആൻഡ് ഡെവലപ്മെൻറ്റൽ സ്റ്റാറ്റസ്. ഒന്ന് നീഡ്സ്, എനിക്കിത് നേടണമെന്ന് എൻ്റെ ആവശ്യമാണ്. പിന്നെ നമുക്കത് കിട്ടുവാനുള്ള നമ്മുടെ എൻവയോൺമെൻറ്റൽ സിറ്റുവേഷൻസും അത് ഡെവലപ്പ് ചെയ്യാനുള്ള സിറ്റുവേഷനും. ഇതാണ് ലേണിംഗ് റെഡിനെസ്. അപ്പോൾ എൻ്റെ ആവശ്യം, എനിക്ക് ഈ ലേൺ ചെയ്യണമെന്ന് എൻ്റെ ആവശ്യമാണ്, അറിവ് നേടണമെന്ന്. ആ അറിവ് നേടാനുള്ള സാഹചര്യം വളർത്തിയെടുക്കുക. ഇതാണ് നമ്മൾ അപ്പോൾ സാഹചര്യമുണ്ടെങ്കിൽ അത് വളർത്തിയെടുക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അതും ലേണിംഗ് റെഡിനെസ്സിനെ കൂട്ടുമെന്നാണ് പറയുന്നത്. അടുത്തതാണ് ലേണിംഗ് കർവ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ലേണിംഗ് ടേക്ക് പ്ലേസ് ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻസ്. എന്താണ് ലേണിംഗ് കർവ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ലേണിംഗ് ടേക്ക് പ്ലേസ് ഇൻ പർട്ടിക്കുലർ സിറ്റുവേഷൻസ്. അതായത് ഒരു സമയത്ത് നടക്കുന്ന ലേണിങ്ങിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ 3 എണ്ണമാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഏത് സ്റ്റേജിലാണ്? യൂണിഫോം ലേണിംഗ് ആണ്. അതായത് ഒരേപോലെയുള്ള ലേണിങ്ങിനെയാണ് നമ്മൾ യൂണിഫോം ലേണിംഗ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ കർവ് എന്ന് പറയുന്നത്. അടുത്തതാണ് കോൺവെക്സ് എന്ന് പറയുമ്പോൾ ഇനിഷ്യലി ഇൻക്രീസസ് ആൻഡ് ദെൻ ഗ്രാജുവലി സ്ലോ ഡൗൺ ദ ലേണിംഗ്. ആദ്യമൊക്കെ നമുക്ക് വളരെയധികം പഠിക്കാനും ഇൻട്രസ്റ്റും അതിനെക്കുറിച്ച് അറിവ്, പിന്നെ അത് ഗ്രാജുവലി അത് കുറഞ്ഞു വരും. പ്രായം കൂടുന്തോറും നമുക്ക് അതിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു വരുമെന്ന് കേട്ടിട്ടില്ലേ? അടുത്തതാണ് കോൺകേവ് ലേണിംഗ്. സ്ലോ ഇനിഷ്യലി ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ലേണിംഗ് ആൻഡ് ഗ്രാജുവലി ഇൻക്രീസസ്. ആദ്യമൊക്കെ നമുക്ക് പതുക്കെ ആയിരിക്കും ചെയ്യാൻ പറ്റുക. ക്രമേണ അതിൻ്റെ കപ്പാസിറ്റി എന്ന് വർദ്ധിച്ചു വരും. ഇതാണ് കോൺകേവ് ലേണിംഗ് കർവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ ലേണിംഗ് പ്ലേറ്റോ. എ പീരിയഡ് ഓഫ് നോ പ്രോഗ്രസ് ഇൻ ലേണിംഗ് ഈസ് നോൺ ആസ് ലേണിംഗ് പ്ലേറ്റോ. എ പീരിയഡ് ഓഫ് നോ പ്രോഗ്രസ് ഇൻ ലേണിംഗ് ഈസ് നോൺ ആസ് ലേണിംഗ് പ്ലേറ്റോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു 3-4 മാർക്കിന് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ലേണിങ്ങിൻ്റെ പുതിയ തിയറീസ് ഓഫ് ലേണിങ്ങുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ നോട്ടുകൾ കുറിച്ചെടുക്കുക. ഞാൻ പറയുന്നതോടൊപ്പം നിങ്ങൾ മനസ്സിൽ പറയുക. എങ്കിൽ സർവീസിലിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും അത് തീർച്ചയായിട്ടും അറ്റൈൻ ചെയ്യാൻ പറ്റും. യാതൊരു വിധത്തിലുള്ള ടെൻഷനും വേണ്ട. എല്ലാ അധ്യാപകരുടെയും ചിന്താഗതികൾ എന്ന് പറയുന്നത് പ്രായം കൂടി ഞങ്ങളങ്ങനെ പഠിച്ചെടുക്കും, അതൊന്നും യാതൊരു വിധത്തിലും ചിന്ത വേണ്ട. ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ട്. ഗുഡ് ബൈ.